സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ദ ഹിന്ദു പത്രത്തിലെ ഒരു പ്രധാന വാർത്തയാണ്. ഒപ്പം ലേണേഴ്സ് IAS പങ്കുവച്ച ചില പഠനക്കുറിപ്പുകളും നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കുന്നുണ്ട്. വിഷയം എന്താണെന്ന് വെച്ചാൽ അമേരിക്ക ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പുതിയ താരിഫുകൾ ചുമത്താൻ തീരുമാനിച്ചതിനെക്കുറിച്ചാണ്. UPSC സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇതെന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അതെ, തീർച്ചയായും. കാരണം ഇപ്പോൾ പ്രിലിംസ് നോക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര ബന്ധങ്ങൾ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, ഇതുമായിട്ടൊക്കെ ബന്ധമുണ്ട്. പിന്നെ മെയിൻസിലേക്ക് വരുമ്പോൾ GS പേപ്പർ 2-ലില്ലേ വികസിത രാജ്യങ്ങളുടെ നയങ്ങൾ ഇന്ത്യയുടെ താൽപ്പര്യങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന ഭാഗം, അതുപോലെ GS പേപ്പർ 3-ലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, ആസൂത്രണം, അങ്ങനെ പല ഭാഗങ്ങളുമായി ഇത് കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോ എന്താണ് ഈ പുതിയ തീരുമാനം? അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപനം എന്താണ് പറയുന്നത് ഓഗസ്റ്റ് 1 മുതൽ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% താരിഫ്, അതിന്റെ കൂടെ ഒരു പെനാൽറ്റി കൂടി ചുമത്തും എന്നാണ്. ഓഹോ, 25%, അതോടൊപ്പം പെനാൽറ്റിയും. ഇതിന് കാരണമായി അവർ എന്താണ് പറയുന്നത്? പ്രധാനമായും പറയുന്നത്, ഒന്ന്, ഇന്ത്യ റഷ്യയിൽ നിന്ന് ഊർജവും പിന്നെ ഈ സൈനികോപകരണങ്ങളും വാങ്ങുന്നത്. പിന്നെ ഇന്ത്യയുടെ താരിഫുകൾ പൊതുവെ ഉയർന്നതാണെന്നും ചില താരിഫ് ഇതര തടസ്സങ്ങൾ, അതായത് നോൺ താരിഫ് ബാരിയേഴ്സ്, അതും കൂടുതലാണെന്നാണ് അവരുടെ വാദം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇരു രാജ്യങ്ങളും ഒരു വ്യാപാര കരാറിനായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതിന്റെ ഇടയിലാണ് ഈ നീക്കം, അല്ലേ? അതെ, അതാണ് ഇതിലെ ഒരു പ്രധാന പോയിന്റ്. ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരു നീക്കം. പിന്നെ ഇവിടെ രണ്ട് പ്രധാന ആശയങ്ങൾ വരുന്നുണ്ട്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ. ഒന്ന്, താരിഫുകൾ. താരിഫുകൾ. അതെ, അതായത് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഗവൺമെന്റ് ചുമത്തുന്ന ടാക്സ്, അത് നമുക്കറിയാം. രണ്ടാമത്തേത്, താരിഫ് ഇതര തടസ്സങ്ങൾ, നോൺ ടാരിഫ് ബാരിയേഴ്സ് അല്ലെങ്കിൽ NTBs. ഇത് പ്രിലിംസിന് വളരെ പ്രധാനപ്പെട്ട ഒരു കോർ കോൺസെപ്റ്റാണ്. ഈ NTBs എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? സാധാരണ നികുതിയല്ലല്ലോ അത്. അല്ല, നികുതിയല്ല, പക്ഷേ വ്യാപാരത്തിന് തടസ്സമുണ്ടാകും. ഉദാഹരണത്തിന്, ഇത്ര അളവിൽ മാത്രമേ ഇറക്കുമതി ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന കോട്ടകൾ, അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾക്കും മറ്റും ഭയങ്കര സ്ട്രിക്റ്റായ ഹെൽത്ത് സേഫ്റ്റി സ്റ്റാൻഡേർഡ് വെക്കുന്നത്. ഈ SPS, അതായത് സാനിറ്ററി ആൻഡ് ഫൈറ്റോ സാനിറ്ററി മെഷേഴ്സ്, അതുപോലെ ടെക്നിക്കൽ കാര്യങ്ങൾ, TBT, ടെക്നിക്കൽ ബാരിയേഴ്സ് ടു ട്രേഡ്, ഇതൊക്കെ NTBs ആണ്. ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ താരിഫിനേക്കാൾ വലിയ തടസ്സമാകും ഇത്. മനസ്സിലായി. അപ്പോൾ ഈ 25% താരിഫും പെനാൽറ്റിയും വരുമ്പോൾ ഇന്ത്യയുടെ പ്രതികരണം എന്തായിരുന്നു? നമ്മുടെ വാണിജ്യ മന്ത്രാലയം എന്തു പറയുന്നു? വാണിജ്യ മന്ത്രാലയം പറഞ്ഞത് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കുകയാണെന്നാണ്. പിന്നെ രാജ്യതാൽപര്യം സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികളെടുക്കുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും നമ്മുടെ കർഷകർക്കും പിന്നെ ഈ ചെറുകിട ഇടതരം സംരംഭകരില്ലേ, MSMEs, അവർക്കൊക്കെ ഇതൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണല്ലോ. തീർച്ചയായും. കാരണം നമ്മുടെ കയറ്റുമതിയുടെ ഒരു വലിയ ഭാഗം അമേരിക്കയിലേക്കാണ്. അതിൽ MSMEകളുടെ പങ്ക് വലുതാണ്. അപ്പോൾ മെയിൻസ് പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഇത് ഇന്ത്യയുടെ കയറ്റുമതിയെ, അതുവഴി സമ്പദ്വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുന്നൊരു വിഷയമാണ്. ഇതില് സാമ്പത്തിക പ്രശ്നം മാത്രമല്ലല്ലോ, തുടക്കത്തിൽ പറഞ്ഞല്ലോ റഷ്യൻ ബന്ധം ഒരു കാരണമായി പറയുന്നു എന്ന്. അതെ, അതാണ് ഇതിലെ മറ്റൊരു ഡയമെൻഷൻ. ഇത് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണാവകാശം, അതായത് സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന ആശയത്തിന് ഒരു വെല്ലുവിളിയാണ്. അമേരിക്കയും റഷ്യയുമായിട്ട് ഒരേ സമയം നല്ല ബന്ധം കൊണ്ടുപോകാനുള്ള ഇന്ത്യയുടെ ശ്രമം, അതിനെയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. അതായത് ഒരു ജിയോ പൊളിറ്റിക്കൽ വിഷയം, റഷ്യയുമായുള്ള ബന്ധം, അതും ഒരു വ്യാപാര പ്രശ്നവും ടാരിഫും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാണ് അമേരിക്ക ചെയ്യുന്നത്. അപ്പൊ ഇത് കൈകാര്യം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇത് നയതന്ത്രപരമായി വളരെ സെൻസിറ്റീവായ ഒരു കാര്യമാണ്. അമേരിക്കയുടെ ഭാഗത്തുനിന്ന് നോക്കിയാൽ അവർക്കെന്തെങ്കിലും ന്യായീകരണമുണ്ടാകുമോ ഇതിന്? അവരുടെ വാദം എന്താണ്? അവരുടെ ഒരു പ്രധാന വാദം, ഇന്ത്യയുടെ താരിഫുകൾ പൊതുവെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ അത്ര എളുപ്പത്തിൽ പ്രവേശിക്കാൻ പറ്റുന്നില്ല എന്നതാണ്. അതോടൊപ്പം റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ളൊരു ആഗോള ശ്രമം നടക്കുന്നുണ്ടല്ലോ. അതിന്റെ ഭാഗമായി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനും അതുപോലെ ഈ വ്യാപാര ചർച്ചകളിൽ ഒരു മേൽക്കൈ നേടാനും കൂടിയുള്ള ശ്രമമായി ഇതിനെ കാണാവുന്നതാണ്. അപ്പോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വെല്ലുവിളിയാണ്. ഏറ്റവും വലിയൊരു കയറ്റുമതി വിപണിയിലാണ് ഈ പ്രശ്നം. അപ്പൊ എന്തൊക്കെയാണ് ഇന്ത്യക്ക് മുന്നിലുള്ള വഴികൾ? ഒന്ന്, തീർച്ചയായും നയതന്ത്ര ചർച്ചകൾ തുടരുക എന്നത് തന്നെയാണ്. അമേരിക്കയുമായി സംസാരിച്ച് ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. രണ്ട്, ലോകവ്യാപാര സംഘടന, അതായത് WTO,
പോലുള്ള അന്താരാഷ്ട്ര വേദികളിൽ ഈ വിഷയം കൊണ്ടുവരാം. കാരണം ഇത്തരം ഏകപക്ഷീയമായ നടപടികൾ WTO നിയമങ്ങൾക്കെതിരാണോ എന്ന് പരിശോധിക്കാവുന്നതാണ്. അതൊരു സാധ്യതയാണ്. പിന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അമേരിക്കൻ വിപണിയെ മാത്രം ഒരുപാട് ആശ്രയിക്കുന്നത് കുറയ്ക്കണം. യൂറോപ്യൻ യൂണിയൻ, ആസിയാൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇങ്ങനെയുള്ള മറ്റു വിപണികളിലേക്ക് നമ്മുടെ കയറ്റുമതി കൂട്ടാനുള്ള ശ്രമം ഊർജിതമാക്കണം. അതോടൊപ്പം നമ്മുടെ ആഭ്യന്തര സമ്പദ്വ്യവസ്ഥയെ, ഉൽപ്പാദനത്തെയൊക്കെ ശക്തിപ്പെടുത്തുകയും വേണം. അതായത് ഒരു വ്യാപാര കരാർ ഉണ്ടാക്കുന്നത് നല്ലതാണെങ്കിലും നമ്മുടെ അടിസ്ഥാന താൽപ്പര്യങ്ങൾ, പ്രത്യേകിച്ച് തന്ത്രപരമായ കാര്യങ്ങളിലൊന്നും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല എന്നൊരു നിലപാടെടുക്കേണ്ടി വരും. അതെ, തീർച്ചയായും. രാജ്യത്തിന്റെ അടിസ്ഥാന താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനാണ് ശ്രമിക്കേണ്ടത്. ഓക്കേ, അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് അമേരിക്ക ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പ്രഖ്യാപിച്ച ഈ പുതിയ 25% ടാരിഫ്, അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ, അത് സാമ്പത്തികമായും രാഷ്ട്രീയമായും പ്രത്യേകിച്ച് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയം ഭരണാവകാശത്തിന്റെ കാര്യത്തിനും ഉയർത്തുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, പിന്നെ ഇന്ത്യക്ക് സ്വീകരിക്കാവുന്ന ചില പ്രതികരണ വഴികൾ. ഇതെല്ലാമാണ് നമ്മൾ ദി ഹിന്ദു, ലേണേഴ്സ് IAS പഠനക്കുറിപ്പുകൾ എന്നിവയെ അടിസ്ഥാനമാക്കി സംസാരിച്ചത്. UPSC പരീക്ഷയ്ക്ക് ഇതെങ്ങനെ പ്രസക്തമാകുന്നു എന്നും നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണും. തീർച്ചയായും. ഇനി നിങ്ങൾക്ക് സ്വന്തമായി ആലോചിക്കാൻ ഒരു കാര്യം കൂടി തരാം. ഈ ഒരു സാഹചര്യം, അതായത് അമേരിക്കയുടെ ഈ നീക്കം ഭാവിയിൽ ആഗോള വ്യാപാര ബന്ധങ്ങളെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? അതുപോലെ അമേരിക്ക, റഷ്യ എന്നതിനപ്പുറം മറ്റ് ആഗോള ശക്തികളുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധങ്ങളിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ദീർഘകാല വിദേശ നയത്തിൽ ഇത് എന്തു മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം? ഇതൊന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്. നല്ലൊരു പോയിന്റാണ്. ശരി, അപ്പം നമുക്ക് അടുത്തതായി ദ ഹിന്ദു പത്രത്തിൽ നിന്നുള്ള മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതെ, മതസ്വാതന്ത്ര്യവും പിന്നെ ഈ മതപരിവർത്തന നിരോധന നിയമങ്ങളും. നിങ്ങളുടെ UPSC പരീക്ഷാ തയ്യാറെടുപ്പുകൾക്ക് ഇതെന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും. പ്രിലിംസിലും മെയിൻസിലും ഇതിന് പ്രാധാന്യമുണ്ട്. പ്രിലിംസിൽ ഇന്ത്യൻ പോളിറ്റി, ഗവൺമെന്റ്സ്, പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 25, പിന്നെ സാമൂഹിക വിഷയങ്ങൾ, അവിടെയൊക്കെ വരാം. അതെ. മെയിൻസിലാണെങ്കിൽ GS പേപ്പർ 1, അതായത് ഇന്ത്യൻ സമൂഹം, മതേതരത്വം, അവിടെ വരും. പിന്നെ GS പേപ്പർ 2ലും സർക്കാർ നയങ്ങൾ, ദുർബല വിഭാഗങ്ങളുടെ ക്ഷേമം, നിയമങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടും ചോദിക്കാം. ഓക്കെ, അപ്പോ വിഷയത്തിലേക്ക് കടക്കാം അല്ലേ? അതെ. നമ്മളിത് ചർച്ച ചെയ്യാനുള്ളൊരു കാരണം ഈയിടെ ഛത്തീസ്ഗഡിൽ നടന്നൊരു സംഭവമാണ്. ആ കന്യാസ്ത്രീകളുടെ അറസ്റ്റ്. അതെ, നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് 2 കത്തോലിക്ക കന്യാസ്ത്രീകളെ അവിടെ അറസ്റ്റ് ചെയ്തു. ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ പരാതിയായിരുന്നു അടിസ്ഥാനം. പക്ഷെ പിന്നീട് ആ കുട്ടികളുടെ ബന്ധുക്കൾ തന്നെ പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ചു മതം മാറ്റാൻ കൊണ്ടുപോയതല്ല എന്ന്. അപ്പോൾ എന്തായിരുന്നു സംഭവം? അവര് പറഞ്ഞത് സമ്മതത്തോടെ ജോലിക്കോ മറ്റോ ആയിട്ട് കൊണ്ടുപോയതാണ് എന്നാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വർഗീയ ജാഗ്രതാ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പിന്നെ ഈ മതപരിവർത്തന നിരോധന നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ എന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകൾക്ക് വഴി തുറന്നു. ശരിയാണ്. ഇവിടെ നമ്മൾ ചില അടിസ്ഥാന കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഒന്ന്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25. അതെ, മതസ്വാതന്ത്ര്യം. അതെ, ഇഷ്ടമുള്ള മതം വിശ്വസിക്കാൻ, ആചരിക്കാൻ, പിന്നെ പ്രചരിപ്പിക്കാൻ, ഈ 3 കാര്യങ്ങൾക്കുള്ള അവകാശം. പക്ഷേ ചില നിയന്ത്രണങ്ങളോടെ. അതെ, പൊതുസമാധാനം, ധാർമ്മികത, ആരോഗ്യം, ഇതിനൊക്കെ വിധേയമായിട്ട് മാത്രം. ഇതിൽ തന്നെ ഈ പ്രചരിപ്പിക്കാനുള്ള അവകാശം, അതാണ് എപ്പോഴും ഒരു തർക്കവിഷയം. അതെന്തുകൊണ്ടാണ്? പ്രചരിപ്പിക്കുക എന്ന് വെച്ചാൽ മതം മാറ്റുക എന്നാണോ അർത്ഥം? അതല്ല. കോടതിരെ പറഞ്ഞിട്ടുള്ളത് പ്രചരിപ്പിക്കുക എന്നാൽ സ്വന്തം മതത്തിന്റെ തത്വങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാം, വിശദീകരിക്കാം, അത്രയുള്ളൂ. ഓക്കേ. നിർബന്ധിച്ചോ വഞ്ചിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രലോഭനം നൽകിയോ മതം മാറ്റാനുള്ള അവകാശം ഈ പ്രചരിപ്പിക്കാനുള്ള അവകാശത്തിൽ പെടില്ല. അപ്പൊ അവിടെയാണ് ഈ മതപരിവർത്തന നിരോധന നിയമങ്ങളുടെ പ്രസക്തി വരുന്നത് അല്ലേ? അതെ, പല സംസ്ഥാനങ്ങളിലും ഈ നിയമങ്ങളുണ്ട്. മതസ്വാതന്ത്ര്യ നിയമങ്ങൾ എന്നൊക്കെയാണ് പേര്. ലക്ഷ്യം എന്താണ്? പ്രഖ്യാപിത ലക്ഷ്യം ഈ പറഞ്ഞ പോലെ നിർബന്ധം, വഞ്ചന, പ്രലോഭനം എന്നിവയിലൂടെയുള്ള മതപരിവർത്തനം തടയുക എന്നതാണ്. നല്ല ലക്ഷ്യമാണല്ലോ. പിന്നെന്താണ് വിമർശനം? വിമർശനം വരുന്നത് പ്രധാനമായും ഈ പ്രലോഭനം, ഇൻഡ്യൂസ്മെന്റ്, അലൂർമെന്റ് പോലുള്ള വാക്കുകളുടെ നിർവചനത്തിലാണ്. അതെങ്ങനെ? ഈ വാക്കുകൾക്ക് പലപ്പോഴും നിയമത്തിൽ കൃത്യമായ വ്യക്തമായ ഒരു നിർവചനം കാണില്ല. അത് പ്രശ്നമാണ്.
ഒരു ഉദാഹരണം പറയാമോ? ഈ അവ്യക്തത എങ്ങനെയാണ് പ്രശ്നമാകുന്നത്? അറിയാം. ഇപ്പോ ഒരു മതസംഘടന പിന്നോക്കം നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു സ്കൂൾ തുടങ്ങി എന്ന് വെക്കുക, അല്ലെങ്കിൽ സൗജന്യ ചികിത്സ നൽകുന്നു. ഉം, ഉം. ഇതൊരു സാമൂഹ്യ സേവനമാണ്. പക്ഷേ ഈ നിയമം വെച്ച് വേണമെങ്കിൽ ഇതിനെ മതം മാറ്റാനുള്ള പ്രലോഭനമായി വ്യാഖ്യാനിക്കാം. ഓ, ശരി ശരി. കാരണം എന്താണ് യഥാർത്ഥ സഹായം, എന്താണ് മതം മാറ്റാനുള്ള പ്രലോഭനം എന്ന് നിയമത്തിൽ കൃത്യമായി പറയുന്നില്ലെങ്കിൽ അത് ദുരുപയോഗം ചെയ്യപ്പെടാം. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ ഇത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നാണോ? അതെ, അങ്ങനെ ഒരു വിമർശനം ശക്തമായി നിലവിലുണ്ട്. അവരുടെ സേവന പ്രവർത്തനങ്ങളെ സംശയത്തോടെ കാണാൻ ഇതിടയാക്കും. അപ്പൊ ഛത്തീസ്ഗഡിലെ സംഭവത്തിലും ഒരുപക്ഷെ അങ്ങനെ ഒരു സാധ്യതയുണ്ടായിരുന്നിരിക്കാം. ഉണ്ടാവാം. കുട്ടികളെ സഹായിക്കാനുള്ള ശ്രമമായിരുന്നിരിക്കാം. പക്ഷേ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യാഖ്യാനം മാറിപ്പോകാം. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒന്നാണോ ഈ ആദിവാസി വിഭാഗങ്ങൾക്കിടയിലെ സർണ്ണമത കോഡ് എന്ന ആവശ്യം? ഒരു തരത്തിൽ ബന്ധമുണ്ട്. കാരണം അതും മതപരവും സാംസ്കാരികവുമായ ഒരു ഐഡന്റിറ്റിയുടെ പ്രശ്നമാണ്. അതെന്താണ് സംഭവം? ചില ആദിവാസി വിഭാഗങ്ങൾ പറയുന്നു, ഞങ്ങൾ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ഒന്നുമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രകൃതി ആരാധനയുണ്ട്, അതിനെ സർണ എന്ന പേരിൽ ഒരു പ്രത്യേക മതമായിട്ട് സെൻസസിൽ രേഖപ്പെടുത്തണമെന്ന്. ഓക്കേ, അവരുടെ തനിമ നിലനിർത്താൻ. അതെ, അവരുടെ സാംസ്കാരിക സ്വത്തും സംരക്ഷിക്കാൻ. അതേസമയം തന്നെ വേറൊരാവശ്യവും ഉയരുന്നുണ്ട്. അതെന്താണ്? മതം മാറിയ ആദിവാസികൾക്ക് പട്ടികവർഗ ST ആനുകൂല്യങ്ങൾ നൽകരുത് എന്ന്. പക്ഷെ അതിന് ഭരണഘടനാപരമായ അടിസ്ഥാനമൊന്നുമില്ല. പട്ടികവർഗ പദവിക്ക് മതവുമായി ബന്ധമില്ല, അല്ലേ? ഇല്ല, ഇപ്പോഴത്തെ നിയമമനുസരിച്ച് ബന്ധമില്ല. പക്ഷേ ഈ ആവശ്യങ്ങളൊക്കെ ഈ മതപരിവർത്തന ചർച്ചകൾക്കിടയിൽ കൂടുതൽ സങ്കീർണതകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ മെയിൻസ് പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഇതിനെ എങ്ങനെ സമീപിക്കണം? പ്രധാനപ്പെട്ട വാദമുഖങ്ങൾ എന്തൊക്കെയാണ്? മെയിൻസിനിത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഭൂരിപക്ഷ ന്യൂനപക്ഷ ബന്ധങ്ങൾ, വ്യക്തിയുടെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം, ആദിവാസി സ്വത്വം, നിയമവാഴ്ച. അതെല്ലാം. പിന്നെ ഭരണഘടനാപരമായ അവകാശങ്ങൾ. ഈ നിയമങ്ങളെ അനുകൂലിക്കുന്നവർ പറയുന്നത് ഇത് നിർബന്ധിത മതപരിവർത്തനം തടയും, പ്രത്യേകിച്ച് ദുർബല വിഭാഗങ്ങളെ സംരക്ഷിക്കുമെന്നും സാമൂഹിക സംഘർഷം ഒഴിവാക്കുമെന്നും പറയുന്നുണ്ട്. അതെ, തദ്ദേശീയ സംസ്കാരം സംരക്ഷിക്കാൻ നല്ലതാണെന്നും വാദമുണ്ട്. പക്ഷേ എതിർക്കുന്നവർ പറയുന്ന കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണവ? പ്രധാനമായും ഇത് ആർട്ടിക്കിൾ 25ന്റെ ലംഘനമാണ്. വ്യക്തിയുടെ ഇഷ്ടത്തിന് മനസ്സാക്ഷിക്കനുസരിച്ച് ജീവിക്കാനുള്ള അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. പിന്നെ ദുരുപയോഗ സാധ്യത. അതെ, ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വയ്ക്കാൻ ഇത് ഉപയോഗിക്കുന്നു. നിയമത്തിലെ അവ്യക്തത പ്രശ്നമാണ്. പിന്നെ ഈ വർഗീയ ജാഗ്രത ഗ്രൂപ്പുകൾക്ക് നിയമം കയ്യിലെടുക്കാൻ ഇത് അവസരം നൽകുന്നുവെന്നും വിമർശനമുണ്ട്. ശരിയാണ്. അപ്പോ ഒരു ഭാഗത്ത് വ്യക്തിസ്വാതന്ത്ര്യം, മറുഭാഗത്ത് സാമൂഹിക ആശങ്കകൾ. ഇത് രണ്ടും തമ്മിലൊരു ബാലൻസ് വേണ്ടേ? മുന്നോട്ടുള്ള വഴി എന്തായിരിക്കും? അതാണ് പ്രധാനം. നിർബന്ധിത മതപരിവർത്തനം എന്തായാലും തടയണം, അതിൽ തർക്കമില്ല. പക്ഷേ അത് മൗലികാവകാശങ്ങളെ ഹനിച്ചുകൊണ്ടാവരുത്. ഒന്നാമതായി, ഈ നിയമങ്ങളുടെ ഭരണഘടനാ സാധുത കോടതികൾ വ്യക്തമാക്കണം. പ്രലോഭനം പോലുള്ള വാക്കുകൾക്ക് വ്യക്തത വരുത്തണം. ഓക്കേ. രണ്ടാമത്, ഈ വിഷയത്തിൽ സാമൂഹിക ധ്രുവീകരണം ഉണ്ടാക്കാതെ അടിസ്ഥാന പ്രശ്നങ്ങളായ ദാരിദ്ര്യം, വിദ്യാഭ്യാസം, ആരോഗ്യം ഇതിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. വികസനത്തിൽ ശ്രദ്ധിക്കുക. അതെ, നിയമം കയ്യിലെടുക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണം. ശരിക്കും ആളുകളുടെ വിശ്വാസത്തെ നിയന്ത്രിക്കുന്നതിനു പകരം അവർക്ക് അറിവോടെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് വേണ്ടത്. പൗരന്മാരെ ശാക്തീകരിക്കുകയാണ് വേണ്ടത്. വളരെ ശരിയാണ്. മതസ്വാതന്ത്ര്യം, വ്യക്തിയുടെ അവകാശങ്ങൾ, പിന്നെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ, ഇതെല്ലാം ചേർന്ന ഒരു സങ്കീർണ വിഷയമാണ് നമ്മൾ സംസാരിച്ചത്. ഈ നിയമങ്ങളുടെ ഗുണദോഷങ്ങളെപ്പറ്റി നമ്മൾ ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതെ, ഒരു മതേതര രാജ്യത്ത് വ്യക്തിയുടെ വിശ്വാസ സ്വാതന്ത്ര്യവും ഭരണകൂടത്തിന്റെ നിയന്ത്രണങ്ങളും തമ്മിലുള്ള അതിർവരമ്പ് എവിടെയായിരിക്കണം എന്നത് എപ്പോഴും പ്രസക്തമായൊരു ചോദ്യം തന്നെയാണ്. ഈ ചർച്ച നിങ്ങൾ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അടുത്തതായി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ നോക്കുന്നത് ഇന്ത്യയിലെ കസ്റ്റഡി അതിക്രമങ്ങൾ എന്ന വിഷയമാണ്. കസ്റ്റഡി മരണം, നിയമവും നീതിയും എന്നൊരു ലേഖനം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ചർച്ചയ്ക്ക് അടിസ്ഥാനം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെ. അതെ, പ്രത്യേകിച്ച് ഇപ്പോൾ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് നന്നായി ശ്രദ്ധിക്കാം. പ്രിലിംസിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ പോളിറ്റിയിൽ ആർട്ടിക്കിൾ 21, പിന്നെ DK ബസു കേസ്, അതിലെ സുപ്രീം കോടതി വിധി,
ഇതൊക്കെ വരും. ശരിയാണ്. മെയിൻസിലേക്ക് വന്നാൽ GS പേപ്പർ 2-ൽ ഗവൺനൻസ്, പിന്നെ ഈ ദുർബല വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ. GS പേപ്പർ 3-ലാണെങ്കിൽ സുരക്ഷാ വെല്ലുവിളികൾ, പോലീസ് പരിഷ്കാരങ്ങൾ, അവിടെയൊക്കെ ഇത് വരും. പിന്നെ GS പേപ്പർ 4 എത്തിക്സിലും ഇതിന് നല്ല പ്രസക്തിയുണ്ട്. നീതി, നിയമവാഴ്ച തുടങ്ങിയ വിഷയങ്ങൾ. അതെ അതെ, ശരി. അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാമല്ലേ? ആ ഈ ലേഖനത്തിൽ ഒരു താരതമ്യം നടത്തുന്നുണ്ട്. എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അതായത് തെളിവ് വെച്ച് കേസ് തെളിയിക്കുന്ന ഷെർലക് ഹോംസ് രീതി, പിന്നെ എന്താ പറയാ, തല്ലിയും പേടിപ്പിച്ചുമൊക്കെ കുറ്റം സമ്മതിപ്പിക്കുന്ന ഡേർട്ടി ഹാരി രീതി. ഇന്ത്യൻ പോലീസിൽ ഇപ്പോഴും ഈ രണ്ടാമത്തെ രീതിക്കൊരു മുൻഗണന കിട്ടുന്നുണ്ടോന്നാണ് ലേഖനം ചോദിക്കുന്നത്. ശരിയാണ്. ഈ അടുത്ത് തമിഴ്നാട്ടിൽ നടന്ന അജിത് കുമാറിന്റെ കസ്റ്റഡി മരണം, അത് ഓർക്കുമ്പോൾ ഈ ചോദ്യം കൂടുതൽ പ്രസക്തമാവുന്നുണ്ട്. അതെ, ശരിക്കും ഈ കണക്കുകൾ നോക്കുമ്പോഴാണ് നമുക്കിതിന്റെ ഒരു ഭീകരത മനസ്സിലാവുന്നത്. 2018 തൊട്ട് 2023 വരെ 5 വർഷത്തിനിടെ 687 കസ്റ്റഡി മരണങ്ങൾ. അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കണക്ക് മാത്രമാണ്. അപ്പൊ യഥാർത്ഥ സംഖ്യ ഒരു പക്ഷേ ഇതിലും കൂടുതലായിരിക്കാം അല്ലേ? തീർച്ചയായും. ഇതിലൊരു ഭയപ്പെടുത്തുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ഇരകളാവുന്നവരിൽ ഭൂരിഭാഗവും സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ളവരാണ്. ദരിദ്രർ, കുടിയേറ്റ തൊഴിലാളികൾ, ദളിതർ, ആദിവാസികൾ. ശരിയാണ്. ഇത് കാണിക്കുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് ഒരു സിസ്റ്റമാറ്റിക് പ്രശ്നമാണ് എന്നല്ലേ? ഘടനാപരമായ ഒരു അനീതി. അതെ, സ്ട്രക്ചറൽ ഇൻജസ്റ്റിസ് എന്ന് തന്നെ പറയാം. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്? പരിശീലനത്തിന്റെ കുറവ്, പെട്ടെന്ന് കേസ് അന്വേഷിച്ച് റിസൾട്ട് ഉണ്ടാക്കാനുള്ള ഒരു സമ്മർദ്ദം, പ്രഷർ, നിയമ നടപടികളിലെ ചില പഴുതുകൾ, ഇതൊക്കെ കാരണങ്ങളായി ലേഖനം പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിനൊക്കെ അപ്പുറം ഒരു സാമൂഹികമായ ഒരുതരം അംഗീകാരം ഈ കസ്റ്റഡി പീഡനത്തിനുണ്ടോ? അതൊരു വലിയ ചോദ്യമാണ്. അതേസമയം നിയമത്തിന്റെ പിൻബലമില്ലാന്നല്ല. 1996-ലെ DK ബസു കേസ് ഓർക്കണം. സുപ്രീം കോടതി അന്ന് വളരെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻസ്, അറസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്. അതെ, ഉദ്യോഗസ്ഥന് ID കാർഡ് വേണം, അറസ്റ്റ് മെമ്മോ തയ്യാറാക്കണം, എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നതെന്ന് പറയണം, ബന്ധുക്കളെ അറിയിക്കണം, ഇടയ്ക്കിടെ മെഡിക്കൽ പരിശോധന നടത്തണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എന്നിട്ടും എന്തുകൊണ്ട് ഇത് പാലിക്കപ്പെടുന്നില്ല? പിന്നെ ഐക്യരാഷ്ട്രസഭയുടെ ആ ഉടമ്പടി, UNCAT, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ അഗെയിൻസ്റ്റ് ടോർച്ചർ, ഇന്ത്യ 1997 അത് ഒപ്പുവെച്ചതാണ്. പക്ഷേ ഇത്രയും വർഷമായിട്ട് നമ്മളത് റാറ്റിഫൈ ചെയ്തിട്ടില്ല, അതായത് അംഗീകരിച്ച് നിയമമാക്കിയിട്ടില്ല. അതുപോലെ ഒരു പ്രത്യേക പീഡനവിരുദ്ധ നിയമം രാജ്യത്തില്ല എന്നതും വലിയൊരു കുറവ് തന്നെയാണ്. ഈ പീഡനം ഓർമ്മശക്തിയെ ബാധിക്കുമെന്നും അത് തെറ്റായ കുറ്റസമ്മതത്തിലേക്ക് നയിക്കുമെന്നുമൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോ ഈ ഡേർട്ടി ഹാരി രീതി ശരിക്കും നീതിക്കെതിരല്ലേ? തീർച്ചയായും, അതൊരു പ്രധാന പോയിന്റാണ്. ഇവിടെയാണ് നമ്മൾ പരീക്ഷാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന ആശയങ്ങളിലേക്ക് വരുന്നത്. കോർ കോൺസെപ്റ്റ്സ്. ഓക്കെ. 1. കസ്റ്റഡി പീഡനം, കസ്റ്റോഡിയൽ വയലൻസ്. ഇത് ആർട്ടിക്കിൾ 21-ന്റെ ലംഘനമാണ്, ജീവിക്കാനുള്ള അവകാശത്തിന്റെ ലംഘനം. ശരി. 2. DK ബസു മാർഗനിർദ്ദേശങ്ങൾ. ഇത് കസ്റ്റഡിയിലുള്ളവരുടെ അവകാശ സംരക്ഷണത്തിനുള്ളതാണ്. 3. UNC UNCAT, അന്താരാഷ്ട്ര ഉടമ്പടി. ഇന്ത്യ ഇനിയും അംഗീകരിക്കാനുള്ളത്. 4. ചിലപ്പോൾ അത്ര പരിചിതമല്ലാത്ത ഒന്നാവാം, പീസ് മോഡൽ. പീസ് മോഡൽ? അതെ, PEACE. പ്രിപ്പറേഷൻ, എൻഗേജ്, അക്കൗണ്ട്, ക്ലോഷർ, ഇവാലുവേഷൻ. ഇത് UK-യിലൊക്കെ വികസിപ്പിച്ചെടുത്തൊരു ശാസ്ത്രീയ ചോദ്യം ചെയ്യൽ രീതിയാണ്. ഇതില് ഭീഷണിപ്പെടുത്തുന്നതിന് പകരം ചോദ്യം ചെയ്യുന്ന ആളുമായി ഒരു നല്ല ബന്ധമുണ്ടാക്കി, റാപ്പോ ബിൽഡിംഗ്, ഓർമ്മയെ ഉത്തേജിപ്പിക്കുന്ന ചോദ്യങ്ങളിലൂടെ വിവരങ്ങൾ ശേഖരിക്കാനാണ് ശ്രമിക്കുന്നത്. കൂടുതൽ വിശ്വസനീയമായ മൊഴികൾ കിട്ടാൻ ഇത് സഹായിക്കും. ഇൻട്രസ്റ്റിംഗ്. അപ്പോ മെയിൻസ് പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഇതൊരു വലിയ പ്രശ്നം തന്നെയാണല്ലേ? ഒരു കൊളോണിയൽ കാലഘട്ടത്തിന്റെ തുടർച്ചയെന്നൊക്കെ പറയാൻ പറ്റുമോ? ആ വാദത്തിൽ കഴമ്പുണ്ട്. കാരണം ആ ഡേർട്ടി ഹാരി സ്റ്റൈൽ വേണം എന്ന് വാദിക്കുന്നവരുണ്ട്. പെട്ടെന്ന് റിസൾട്ട് കിട്ടും, കുറ്റവാളികൾക്ക് പേടിയുണ്ടാവും, ജനങ്ങൾക്കൊരു ആവശ്യവും അതാണെന്നൊക്കെ അവർ പറയും. എന്നാൽ അതിനെതിരെയുള്ള വാദങ്ങൾ, ഈ ഷെർലക് ഹോംസ് രീതിക്ക് അനുകൂലമായ വാദങ്ങൾ കൂടുതൽ ശക്തമാണ്. ഒന്നാമത്, ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, മനുഷ്യത്വരഹിതമാണ്. ശരിയാണ്. രണ്ടാമത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ
ഇത് ശാസ്ത്രീയമായി ശരിയല്ല. തെറ്റായ കുറ്റസമ്മതങ്ങൾക്ക് സാധ്യതയുണ്ട്. പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെടാനും ഇത് കാരണമാവും. തീർച്ചയായും. ജനങ്ങളും പോലീസും തമ്മിലുള്ള ബന്ധം വഷളാവും. അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന്റെ പേരിനും ഇത് ദോഷം ചെയ്യും. അതുകൊണ്ട് ശാസ്ത്രീയ തെളിവുകളിൽ ഊന്നിയ അന്വേഷണമാണ് വേണ്ടത്. അപ്പൊ എന്താണ് മുന്നോട്ടുള്ള വഴി? ലേഖനത്തിൽ എന്തെങ്കിലും പ്രായോഗിക നിർദ്ദേശങ്ങൾ പറയുന്നുണ്ടോ? ഉണ്ട്. ലേഖനം കുറച്ച് വ്യക്തമായ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒന്ന്, പീഡനത്തിനെതിരെ ശക്തമായ ഒരു നിയമം കൊണ്ടുവരണം. ഓക്കെ. 2, UN CAT അംഗീകരിക്കണം. 3, പോലീസ് സംവിധാനത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരണം. ഈ പീസ് മോഡൽ പോലുള്ള പരിശീലനം, ഉദ്യോഗസ്ഥരുടെ മനോഭാവത്തിൽ മാറ്റം, ഇതൊക്കെ വേണം. പിന്നെ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. അതെ, കർശനവും സമയബന്ധിതവുമായ നടപടി, അത് വളരെ പ്രധാനമാണ്. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ, എല്ലാ സ്റ്റേഷനിലും CCTV, നല്ല ഫോറൻസിക് ലാബുകൾ. അവസാനമായി ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് സമൂഹത്തിന്റെ മനോഭാവത്തിൽ വരേണ്ട മാറ്റമാണ്. ഈ കസ്റ്റഡി മർദ്ദനമൊക്കെ ഒരു സാധാരണ കാര്യമാണെന്ന മറ്റുള്ളൊരു ചിന്താഗതി മാറണം. അതിന് ബോധവൽക്കരണം വേണം. ശരിയാണ്. ഇതൊക്കെ നടപ്പാക്കാൻ നല്ല രാഷ്ട്രീയ ഇച്ഛാശക്തിയും വേണം. അതെ. ശരിക്കും പറഞ്ഞാല് നമ്മുടെ അവകാശങ്ങൾ, നീതി, നമുക്ക് എങ്ങനെയുള്ളൊരു പോലീസ് സംവിധാനമാണ് വേണ്ടത് എന്നൊക്കെ ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട് ഈ വിഷയം. വെറും നിയമം മാറ്റിയാൽ മതിയോ? അതോ നമ്മുടെയൊക്കെ ചിന്താഗതി തന്നെ മാറണോന്നൊരു ചോദ്യം വരുന്നുണ്ട്. അതെ. ഈ വിഷയത്തിൽ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായും ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്തതായി ദ ഹിന്ദു പത്രത്തിൽ നിന്നുള്ള മറ്റൊരു വാർത്തയിലേക്ക് പോകാം. നമസ്കാരം. ഇന്ന് നമ്മളൊരു പ്രധാന വിഷയം ചർച്ച ചെയ്യുകയാണ്. ഡിജിറ്റൽ യുഗത്തിലെ സ്വകാര്യതയും ധാർമ്മികതയും. പ്രത്യേകിച്ചും കാര്യങ്ങൾ പെട്ടെന്ന് വൈറലാകുന്ന ഈയൊരു കാലത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ലേഖനത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ വിശകലനം. അതെ. നമസ്കാരം. ഇത് വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. കാരണം നമ്മൾ ഓൺലൈനിൽ കാണുന്നതും പിന്നെ ഷെയർ ചെയ്യുന്നതുമായ കാര്യങ്ങൾക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ പ്രത്യാഘാതങ്ങളുണ്ടാവാം, അല്ലേ? ശരിയാണ്. അപ്പോ UPSC പരീക്ഷ എഴുതുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് എവിടെയൊക്കെ വരും എന്നൊന്നാദ്യം നോക്കാം. പ്രിലിംസിന് സയൻസ് ആൻഡ് ടെക്കിൽ സോഷ്യൽ മീഡിയ, ആൽഗോരിതം പോലുള്ള കാര്യങ്ങൾ. പിന്നെ പോളിറ്റിയിൽ തീർച്ചയായും ആർട്ടിക്കിൾ 21 സ്വകാര്യതയ്ക്കുള്ള അവകാശം. ശരിയാണ്. മെയിൻസിലേക്ക് വന്നാൽ GS പേപ്പർ 2-വിൽ സർക്കാർ നയങ്ങൾ, ഇടപെടലുകൾ. പേപ്പർ 3-ൽ സൈബർ സെക്യൂരിറ്റി, അതുപോലെ ആന്തരിക സുരക്ഷാ വെല്ലുവിളികൾ. പിന്നെ GS 4-ൽ എന്തായാലും വരും ധാർമ്മികത. ഇത് ശരിക്കും നമ്മളെ ലാറ്ററൽ സർവൈലൻസ് എന്ന ആശയത്തിലേക്കല്ലേ കൊണ്ടെത്തിക്കുന്നത്? അതായത് നമ്മൾ സാധാരണക്കാർ തന്നെ മറ്റുള്ളവരെ ക്യാമറയിൽ പകർത്തി ഒരുതരം നിരീക്ഷണം നടത്തുന്നത്. അതെ അതെ. പണ്ട് സ്റ്റേറ്റ് അല്ലെങ്കിൽ വലിയ കോർപ്പറേഷനുകൾ ചെയ്തിരുന്ന നിരീക്ഷണം ഇപ്പോൾ പൗരന്മാർ പരസ്പരം ചെയ്യുന്നു. ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ഈ സർവൈലൻസ് ക്യാപിറ്റലിസം എന്ന ആശയം. അതെന്താണ്? എന്നുവെച്ചാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അവരുടെ അൽഗോരിതം ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ കൂടുതൽ ആളുകളുടെ ശ്രദ്ധ കിട്ടുന്ന, കൂടുതൽ വൈകാരികമായ ഉള്ളടക്കങ്ങൾ പ്രൊമോട്ട് ചെയ്യാനാണ്. ഓഹോ. അതെ. അപ്പോ ഈ കിസ്ക്യാം പോലുള്ള ദൃശ്യങ്ങൾ അത് പെട്ടെന്ന് വൈറലാകും. കാരണം അതിനൊരു വൈകാരിക തലമുണ്ട്. ഈ ഡാറ്റ ഉപയോഗിച്ച് അവർ ലാഭമുണ്ടാക്കുന്നു. അതാണ് സർവൈലൻസ് ക്യാപിറ്റലിസം. അപ്പോൾ ഇവിടെ വ്യക്തിയുടെ സ്വകാര്യത പൂർണ്ണമായും ലംഘിക്കപ്പെടുകയാണ്. പിന്നെ ഹെലൻ നിസൻബോം പറഞ്ഞ ആ കോണ്ടെക്സ്ച്വൽ ഇന്റഗ്രിറ്റി, സന്ദർഭോചിതമായ സമഗ്രത, അതും നഷ്ടപ്പെടുന്നു. കാരണം ഒരു പ്രത്യേക സന്ദർഭത്തിലെ ദൃശ്യം അനുവാദമില്ലാതെ വേറൊരു രീതിയിൽ പ്രചരിപ്പിക്കുമ്പോൾ ആ ഒറിജിനൽ കോണ്ടെക്സ്റ്റ് പോയി, അല്ലേ? തീർച്ചയായും. ഏത് വിവരം ആര്, എവിടെ, എങ്ങനെ പങ്കുവെക്കണമെന്നുള്ള വ്യക്തിയുടെ ഒരു നിയന്ത്രണം അവിടെ നഷ്ടമാവുകയാണ്. അതോടൊപ്പം നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് ഈ ഡിജിറ്റൽ വിജിലാന്റിസം. ഓൺലൈൻ ആൾക്കൂട്ട വിചാരണ. അതെ. ശരിയായ വിവരങ്ങൾ പോലുമില്ലാതെ ആളുകൾ ഓൺലൈനിൽ സംഘടിച്ച് മറ്റൊരാളെ വിചാരണ ചെയ്യുക, ആക്രമിക്കുക. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇന്ത്യയിലെ കാര്യം നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി സീരിയസ് അല്ലേ? ഇവിടെ പലപ്പോഴും സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കെതിരെ ഇതൊരു ആയുധമായി ഉപയോഗിക്കുന്നത് കാണും. വളരെ ശരിയാണ്. ഇന്ത്യ ഒരു വലിയ സോഷ്യൽ മീഡിയ മാർക്കറ്റാണ്. അപ്പോൾ ഇവിടെ ഈ സദാചാര പോലീസിംഗ്, ടാർഗറ്റ് ചെയ്തുള്ള ആക്രമണങ്ങളൊക്കെ ഓൺലൈനിലും സാധാരണമാണ്. കുറഞ്ഞ ഡിജിറ്റൽ സാക്ഷരത, പിന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന മുൻവിധികൾ, ഇതൊക്കെ കാരണം ആളുകൾ പെട്ടെന്ന് ഇതിന് ഇരയാവാനും ഇതിൽ പങ്കാളികളാവാനും സാധ്യതയുണ്ട്. ചില സമയത്ത് മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഇതിൽ വീണുപോകുന്നത് കാണാം.
ഒരു ഫാക്ട് ചെക്ക് പോലും ചെയ്യാതെ വൈറൽ കണ്ടന്റ് എടുത്ത് കൊടുക്കുന്നു. അതെ, അത് മാധ്യമ ധാർമ്മികതയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ഉറപ്പു നൽകുന്ന ആ വ്യക്തിയുടെ അന്തസ്സ്, അതിനാണ് ഇവിടെ ഭീഷണി. അപ്പോൾ ഒരു ചോദ്യം വരുന്നത്, ഇതിന് നിയന്ത്രണങ്ങൾ ആവശ്യമില്ലേ? ആളുകളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ, വ്യാജവാർത്ത തടയാൻ, ദുർബലരെ സംരക്ഷിക്കാനൊക്കെ നിയമം വേണ്ടേ? വേണം എന്നൊരു ശക്തമായ വാദം. പക്ഷേ അവിടെയും പ്രശ്നങ്ങളുണ്ട്. അമിതമായ നിയന്ത്രണം വന്നാൽ അത് ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുമോ? ശരിയാണ്, അതൊരു പേടിയാണ്. പിന്നെ ഇത്തരം നിയമങ്ങൾ എങ്ങനെ നടപ്പാക്കും? ഗവൺമെന്റ് ഇത് ദുരുപയോഗം ചെയ്യില്ല എന്നുറപ്പുണ്ടോ? അപ്പോൾ അവിടെ ഒരു ബാലൻസ് കണ്ടെത്തണം. അതാണ് വെല്ലുവിളി. അപ്പോൾ സെൻസർഷിപ്പ് ഒരു പരിഹാരമല്ലെങ്കിൽ എന്താണൊരു സമതുലിതമായ കാഴ്ചപ്പാട്? മുന്നോട്ടുള്ള വഴി എന്തായിരിക്കും? സെൻസർഷിപ്പ് അല്ല, ഒരു ഡിജിറ്റൽ ഉത്തരവാദിത്ത സംസ്കാരമാണ് നമുക്ക് വേണ്ടത്. ആളുകൾക്ക് ഡിജിറ്റൽ മീഡിയയെക്കുറിച്ച് നല്ല ബോധ്യം വേണം. ഡിജിറ്റൽ സാക്ഷരത വർദ്ധിപ്പിക്കണം. സഹാനുഭൂതിയും പ്രധാനമാണല്ലേ? തീർച്ചയായും. ഓൺലൈനിൽ മറ്റൊരാളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു ബോധം. പിന്നെ പ്ലാറ്റ്ഫോമുകൾ, അവരെ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണം. അൽഗോരിതങ്ങൾ സുതാര്യമാക്കണം. മാധ്യമങ്ങളും ശ്രദ്ധിക്കണം. അതെ, മാധ്യമ ധാർമ്മികത ഉറപ്പാക്കണം. നിലവിലുള്ള നിയമങ്ങൾ, IT ആക്ട് പോലുള്ളവ, അവയൊക്കെ പരിഷ്കരിക്കേണ്ടി വരും. പക്ഷേ എല്ലാത്തിനും ഉപരിയായി നമ്മൾ ഓരോരുത്തരും ഒരു യൂസർ എന്ന നിലയിൽ എന്തെങ്കിലും ഷെയർ ചെയ്യുന്നതിന് മുൻപ് ഒരു നിമിഷം ആലോചിക്കണം, ഇതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും, ഇത് ശരിയാണോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സാങ്കേതികവിദ്യ മുന്നോട്ടു പോകുമ്പോൾ നമ്മുടെ സാമൂഹികമായ ബോധവും ഒപ്പം വളരണം. അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ ലോകത്തെ ബന്ധങ്ങളും സ്വകാര്യതയും ധാർമ്മികതയുമെല്ലാം ഒരു വലിയ പ്രശ്നമായി മാറും. അതെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ ഡിജിറ്റൽ യുഗത്തിൽ പൊതു ഇടം, സ്വകാര്യ ഇടം എന്നൊക്കെയുള്ള നമ്മുടെ പഴയ നിർവചനങ്ങൾ ശരിക്കും മാറുകയല്ലേ? അല്ലെങ്കിൽ എങ്ങനെയാണ് മാറേണ്ടത്? അതൊരു വലിയ ചോദ്യമാണ്. ശരിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ച നമുക്കിവിടെ നിർത്താം. അടുത്തതായി ദി ഹിന്ദു പത്രത്തിൽ നിന്നുള്ള മറ്റൊരു പ്രധാന വാർത്ത നമുക്ക് വിശകലനം ചെയ്യാം. നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ സൗജന്യ നിയമസഹായ സേവനങ്ങളെക്കുറിച്ചാണ്. ലീഗൽ എയ്ഡ് സർവീസസ്. ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. തീർച്ചയായും വളരെ പ്രസക്തമായ ഒരു ടോപ്പിക്കാണ്. UPSC പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രിലിംസിന് നോക്കുമ്പോൾ ഇന്ത്യൻ പോളിറ്റി, ഗവേണൻസ്, ഇതിലൊക്കെ ചോദ്യങ്ങൾ വരാം. അതായത് ഈ ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് 1987, പിന്നെ നാൽസ, ആർട്ടിക്കിൾ 39A, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഇതൊക്കെയായി ബന്ധപ്പെട്ട്. ശരി. ഇനി മെയിൻസിലേക്ക് വന്നാൽ GS പേപ്പർ 2 ഉണ്ടല്ലോ. അതിൽ ഈ ദുർബല വിഭാഗങ്ങൾക്കുള്ള പദ്ധതികൾ, അവ എങ്ങനെ പ്രവർത്തിക്കുന്നു, പിന്നെ നമ്മുടെ ജുഡീഷ്യറിയുടെ സ്ട്രക്ചർ, അതിന്റെ പ്രവർത്തനം, പ്രത്യേകിച്ച് ആക്സസ് ടു ജസ്റ്റിസ്, അതായത് നീതി എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്നുള്ള ആ ഒരു ഭാഗത്ത് ഇതിന് നല്ല പ്രാധാന്യമുണ്ട്. ശരിയാണ്. അപ്പൊ നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാമല്ലേ? ഈ ലേഖനങ്ങൾ നോക്കിയപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നിയ ഒരു കാര്യം, 1987 ആ നിയമം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ ഏകദേശം 80% ജനങ്ങൾക്കും സൗജന്യ നിയമസഹായത്തിന് അർഹതയുണ്ടെന്നാണ്. 80%. അതെ, 80% പേർക്ക് അർഹതയുണ്ട്. പക്ഷേ യാഥാർത്ഥ്യമതല്ല. അതാണ് പ്രശ്നം. 2023-24 കണക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 15.50 ലക്ഷം ആളുകൾക്ക് മാത്രമാണ് ഈ സേവനം യഥാർത്ഥത്തിൽ കിട്ടിയത്. ഓഹോ, 80% എവിടെ? 15 ലക്ഷം എവിടെ? എന്താണിതിന്റെ പ്രധാന കാരണം? പ്രധാന കാരണം ഫണ്ടിംഗ് തന്നെയാണ്. ബഡ്ജറ്റ് അലോക്കേഷൻ. നിയമസഹായത്തിന് നീക്കിവെക്കുന്ന തുക വളരെ വളരെ കുറവാണ്. മൊത്തം ജുഡീഷ്യറിക്കുള്ള ബഡ്ജറ്റിന്റെ 1% പോലും വരുന്നില്ല പലപ്പോഴും. 1% താഴെയോ? അവിശ്വസനീയം. അതെ, സംസ്ഥാനങ്ങൾ കുറച്ചൊക്കെ ബഡ്ജറ്റ് കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് ശരിയാണ്. പക്ഷെ നാഷണൽ ലെവലില്, അതായത് നാൽസയ്ക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ട്, അത് കുറഞ്ഞ വരുന്നൊരു ട്രെൻഡാണ് കാണുന്നത്. അതും ഒരു ആശങ്കയാണ്. ശരി. ഇതുകൂടാതെ താഴെത്തട്ടില് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന പാരാലീഗൽ വോളണ്ടിയർമാർ, PLVകൾ എന്ന് പറയുന്നവർ, അവരുടെ കാര്യത്തിലും പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടു. അവരുടെ എണ്ണം കുറഞ്ഞു. അവർക്ക് കിട്ടുന്ന ഓണറേറിയമാണെങ്കിലോ പല സംസ്ഥാനങ്ങളിലും മിനിമം കൂലിയേക്കാൾ കുറവാണ്. ഇത് ശരിക്കും സിസ്റ്റത്തെ ബാധിക്കില്ലേ? തീർച്ചയായും ബാധിക്കും. PLVമാർ വളരെ പ്രധാനപ്പെട്ട കണ്ണിയാണ്.
അവരാണ് സാധാരണക്കാരെ ഈ സംവിധാനവുമായി ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ എണ്ണം കുറയുന്നതും അവർക്ക് ന്യായമായ വേതനം കിട്ടാത്തതും വലിയ വെല്ലുവിളി തന്നെയാണ്. എന്നാൽ ഇതിനിടയിൽ ഒരു പോസിറ്റീവ് കാര്യം, നാൽസ 2022 ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിൽ, അതായത് LADC എന്നൊരു സംവിധാനം തുടങ്ങിയിട്ടുണ്ട്. LADC അതെന്താണ്? അതെ, ക്രിമിനൽ കേസുകളിലെ പ്രതികൾക്ക് കുറച്ചുകൂടി ഓർഗനൈസ്ഡായിട്ട് ക്വാളിറ്റിയുള്ള നിയമസഹായം കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. ഒരു പബ്ലിക് ഡിഫൻഡർ സിസ്റ്റം പോലെ അതോറിറ്റി നേരിട്ട് നിയമിക്കുന്ന ഫുൾ ടൈം അഭിഭാഷകരാണ് ഇതിലുള്ളത്. അതൊരു നല്ല മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വിഷയത്തിലെ ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ, പ്രിലിംസിനൊക്കെ ഉപകാരപ്പെടുന്ന കോർ കോൺസെപ്റ്റ്സ് ഒന്ന് പെട്ടെന്ന് നോക്കാം. ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് 1987 ആണല്ലോ ഇതിന്റെ എല്ലാം നിയമപരമായ ബേസിസ്. അതെ, ആ നിയമമാണ് നാൽസ, SLSA, DLSA എന്ന 3 തട്ടിലുള്ള സംവിധാനത്തിന് രൂപം കൊടുത്തത്. നാഷണൽ, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് ലെവലുകളിൽ. ഇതിന്റെ ഭരണഘടനാപരമായ അടിസ്ഥാനമെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 39A ആണ്. അതൊരു നിർദ്ദേശക തത്വമാണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. 39A, അതായത് സാമ്പത്തികമായോ മറ്റു കാരണങ്ങളാലോ ആർക്കും നീതി നിഷേധിക്കപ്പെടരുത്, അതിനായി സൗജന്യ നിയമസഹായം സ്റ്റേറ്റ് ഉറപ്പാക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഇത് 42ാം ഭേദഗതിയിലൂടെ ചേർത്തതാണല്ലേ? അതെ, 42ാം അമെൻമെന്റ് 1976. വളരെ പ്രധാനം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ PLVമാര്, അവര് വക്കീലന്മാരല്ല, പക്ഷേ നിയമത്തെക്കുറിച്ചൊരു അവബോധം കൊടുക്കാനും ആളുകളെ ഈ ലീഗൽ സർവീസ് അതോറിറ്റികളുമായി ബന്ധിപ്പിക്കാനും സഹായിക്കുന്ന സോഷ്യൽ വർക്കർമാരാണ്. ശരി, LADC ആണെങ്കിൽ ക്രിമിനൽ കേസിലെ പ്രതികൾക്ക് വേണ്ടി വാദിക്കാൻ അതോറിറ്റി നിയമിക്കുന്ന ഫുൾ ടൈം വക്കീലന്മാരുടെ ടീം, പബ്ലിക് ഡിഫൻഡർ പോലെ. ഇനി ആർക്കൊക്കെയാണ് ഈ സൗജന്യ സഹായം കിട്ടാൻ അർഹത? നിയമത്തിൽ സെക്ഷൻ 12 പറയുന്നുണ്ടല്ലോ. ഉണ്ട്. സെക്ഷൻ 12 പ്രകാരം സ്ത്രീകൾ, കുട്ടികൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവർ, ഭിന്നശേഷിക്കാർ, പിന്നെ കസ്റ്റഡിയിലുള്ള ആളുകൾ, അതുപോലെ ഇൻഡസ്ട്രിയൽ വർക്ക്മെൻ, പ്രകൃതി ദുരന്തങ്ങളുടെ ഇരകൾ, മനുഷ്യക്കടത്തിനിരയായവർ, പിന്നെ ഒരു നിശ്ചിത വാർഷിക വരുമാനത്തിൽ താഴെയുള്ളവർ, ഇവർക്കെല്ലാം അർഹതയുണ്ട്. ലിസ്റ്റ് വളരെ വലുതാണല്ലോ. അതാണ് നേരത്തെ പറഞ്ഞ 80% എന്ന കണക്കിലേക്ക് വരുന്നത്. അതെ. ഇനി നമുക്ക് മെയിൻസ് പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാടിൽ ഇതിനെ നോക്കാം. ഇതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. കാരണം ഇന്ത്യയിലെ ഭൂരിഭാഗം ആളുകൾക്കും വക്കീലിനെ വയ്ക്കാനും കേസ് നടത്താനുമുള്ള സാമ്പത്തിക ശേഷിയില്ല. അപ്പോൾ അവർക്ക് നീതി ഉറപ്പാക്കാൻ ഈ സംവിധാനം അത്യാവശ്യമാണ്. ആക്സസ് ടു ജസ്റ്റിസ് എന്ന ആശയം നടപ്പിലാകണമെങ്കിൽ ഇത് വേണം. ശരിയാണ്. പക്ഷേ വെല്ലുവിളികൾ ഒരുപാടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ഫണ്ടിന്റെ കുറവ്. അതെ, ഫണ്ടിന്റെ കുറവ്, PLVമാരുടെ എണ്ണക്കുറവും കുറഞ്ഞ വേതനവും, പിന്നെ കൊടുക്കുന്ന നിയമസഹായത്തിന്റെ ക്വാളിറ്റിയെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ, ചിലപ്പോഴൊരു ഉത്തരവാദിത്തമില്ലായ്മ, കാണുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലായ്മ, ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. ഇതിന്റെയൊക്കെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്? ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ പോലും കിട്ടാതെ പോകുന്നു. വിചാരണാ തടവുകാർ വർഷങ്ങളോളം ഒരു വിചാരണയും കൂടാതെ ജയിലിൽ കിടക്കേണ്ടി വരുന്നു. ഇതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ്. അതേസമയം ഇതിന് ചില ശക്തികളുമുണ്ട്. ശക്തമായൊരു ഭരണഘടന, നിയമ അടിത്തറയുണ്ട്. രാജ്യത്തെല്ലായിടത്തും ഇതിനൊരു ഘടനയുണ്ട്, നാൽസ തൊട്ട് താഴെ വരെ. പിന്നെ ലോക് അദാലത്തുകൾ പോലുള്ള സംവിധാനങ്ങൾ കേസുകൾ വേഗം തീർക്കാൻ സഹായിക്കുന്നുണ്ട്. പുതിയ LADC സംവിധാനവും ഒരു മുതൽക്കൂട്ട് തന്നെ. ശരിയാണ്. അപ്പോ മുന്നോട്ടു പോകാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് പരിഹാരങ്ങൾ? പ്രധാനമായിട്ടും ഫണ്ടിംഗ് കൂട്ടണം. നാൽസയ്ക്കും സ്റ്റേറ്റ് അതോറിറ്റികൾക്കും കൂടുതൽ പണം ലഭ്യമാക്കണം. അത് അത്യാവശ്യമാണ്. പിന്നെ ഈ PLV സംവിധാനം ശക്തിപ്പെടുത്തണം. കൂടുതൽ പേരെ എടുക്കണം, അവർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കണം, ന്യായമായ വേതനം ഉറപ്പാക്കണം. LADC സംവിധാനം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കേണ്ടി വരും അല്ലേ? തീർച്ചയായും. LADC എല്ലാ ജില്ലകളിലും കാര്യക്ഷമമായി പ്രവർത്തിക്കണം. പിന്നെ ഈ സേവനങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കണം. വലിയൊരു വിഭാഗം ആളുകൾക്ക് ഇപ്പോഴും ഇതിനെക്കുറിച്ച് അറിയില്ല. അതുപോലെ സീനിയർ അഭിഭാഷകരുടെ ഇടയിൽ ഒരു പ്രോ ബോണോ കൾച്ചർ, അതായത് പാവപ്പെട്ടവർക്കു വേണ്ടി സൗജന്യമായി വാദിക്കുന്ന ഒരു രീതി, അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. ശരി. അപ്പോ ഇന്ന് നമ്മൾ ഇന്ത്യയിലെ സൗജന്യ നിയമസഹായ സേവനങ്ങളുടെ ഒരു അവസ്ഥ, അതിന്റെ പ്രാധാന്യം, UPSC പരീക്ഷയുമായുള്ള ബന്ധം, വെല്ലുവിളികൾ, മുന്നോട്ടുള്ള വഴികൾ ഒക്കെ വിശദമായി ചർച്ച ചെയ്തു. ഒരു നല്ല നിയമചട്ടക്കൂടൊക്കെ നിലവിലുണ്ട്. പക്ഷെ അത് പൂർണ്ണമായി സാധാരണക്കാരിലേക്ക് എത്തണമെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് വ്യക്തമാണ്. അതെ. ഇത് കേൾക്കുന്ന നിങ്ങൾക്കെന്ത് തോന്നുന്നു?
നീതി എല്ലാവർക്കും കിട്ടുക എന്നത് വെറുമൊരു നിയമപരമായ കാര്യം എന്നതിനപ്പുറം ഒരു നല്ല ഭരണകൂടത്തിന്റെ, ഒരു വെൽഫെയർ സ്റ്റേറ്റിന്റെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്തമായി എങ്ങനെ നമുക്കുറപ്പാക്കാം? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾക്കിതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാവുന്നതാണ്. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയായിരുന്നു ഇത്. ഇനി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് ചർച്ചയായ 2006 മുംബൈ ട്രെയിൻ സ്ഫോടന കേസിലെ ബോംബെ ഹൈക്കോടതിയുടെ ഒരു സുപ്രധാന വിധിയെക്കുറിച്ചാണ്. അതെ, വളരെ നിർണായകമായ ഒരു വിധിയാണിത്. നിങ്ങൾ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ ഈ വിഷയം എന്തായാലും ശ്രദ്ധിക്കണം. പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇതിലുണ്ട്. ശരിയാണ്, നമുക്കതിലേക്ക് വരാം. അപ്പോ ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്താണ് ഈ കേസിലെ ഹൈക്കോടതിയുടെ പ്രധാന കണ്ടെത്തൽ? എന്താണ് സംഭവിച്ചത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബോംബെ ഹൈക്കോടതി ഈ കേസിലെ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടുവെന്നതാണ്. എല്ലാവരെയും? അതെ. വിചാരണ കോടതി നേരത്തെ ശിക്ഷിച്ചിരുന്നു. ആ ശിക്ഷാവിധി പൂർണ്ണമായും റദ്ദാക്കി. എന്തുകൊണ്ടാണ് അങ്ങനൊരു വിധി വന്നത്? കോടതി പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് അന്വേഷണത്തിലെ ഗുരുതരമായ പിഴവുകളാണ്. മഹാരാഷ്ട്ര പോലീസിന്റെ ഭീകരവിരുദ്ധ സ്ക്വാഡിലെ ATS അവരുടെ അന്വേഷണ രീതികളെ കോടതി വളരെ രൂക്ഷമായിട്ടാണ് വിമർശിച്ചത്. പിഴവുകൾ എന്ന് പറയുമ്പോ എന്തൊക്കെയായിരുന്നു അത്? പലതുണ്ട്. ഒന്ന്, പ്രതികളെ പീഡിപ്പിച്ച് കുറ്റസമ്മതം വാങ്ങിയെന്ന് കോടതിക്ക് തോന്നി. ഓഹോ. 2, ഹാജരാക്കിയ സാക്ഷിമൊഴികൾ പലതും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് കോടതി പറഞ്ഞു. പിന്നെ മൂന്നാമതായി, കേസിലെ വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ അത് ശേഖരിച്ചതും സൂക്ഷിച്ചതുമൊന്നും ശരിയായ രീതിയിലല്ല. ചെയിൻ ഓഫ് കസ്റ്റഡി പ്രശ്നങ്ങൾ. അതെ, ചെയിൻ ഓഫ് കസ്റ്റഡിയിൽ വലിയ പാളിച്ചകളുണ്ടായി. ചില തെളിവുകൾ നശിപ്പിക്കപ്പെട്ടുവെന്നും കോടതിക്ക് സംശയമുണ്ട്. ഈ ചെയിൻ ഓഫ് കസ്റ്റഡി എന്നത് പ്രിലിംസിന് തയ്യാറെടുക്കുന്നവർക്ക് ഓർത്തുവെക്കാവുന്ന ഒരു കാര്യമാണല്ലേ? തീർച്ചയായും. ഒരു തെളിവ് കിട്ടുന്നത് മുതൽ അത് കോടതിയിലെത്തുന്നതുവരെ അത് ആരൊക്കെ കൈകാര്യം ചെയ്തു, എവിടെയൊക്കെ സൂക്ഷിച്ചു എന്നതിന്റെ കൃത്യമായൊരു രേഖയാണിത്. അതിന്റെ വിശ്വാസ്യത ഉറപ്പാക്കാൻ. അതെ. അതിലൊരു പ്രശ്നം വന്നാൽ ആ തെളിവിന്റെ വില പോകും. ഈ കേസിൽ അതും സംഭവിച്ചു. പിന്നെ മറ്റൊന്ന് കേട്ടത് MCOCA നിയമം ചുമത്തിയതിലെ പ്രശ്നമാണ്. അതെന്താണ്? മഹാരാഷ്ട്ര കൺട്രോൾ ഓഫ് ഓർഗനൈസ്ഡ് ക്രൈം ആക്ട്. MCOCA അതൊരു കർശനമായ നിയമമാണ്. സംഘടിത കുറ്റകൃത്യങ്ങൾക്കും ഭീകരവാദത്തിനുമെതിരെ ഉപയോഗിക്കുന്നത്. ശരി. ഈ നിയമം ചുമത്തണമെങ്കിൽ ചില നടപടിക്രമങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങണം എന്നതാണ്. പ്രയർ സാങ്ഷൻ. അതെ. ഈ കേസിലിത് വാങ്ങിയിരുന്നില്ല. അതുകൊണ്ട് MCOCA ചുമത്തിയത് തന്നെ നിയമവിരുദ്ധമായി പോയി എന്ന് കോടതി പറഞ്ഞു. അപ്പോൾ ഈ പിഴവുകളൊക്കെ കാരണം ഏകദേശം 19 വർഷത്തോളം തടവിൽ കഴിഞ്ഞവരാണ് ഇപ്പോൾ മോചിതരായത്, അല്ലേ? അതെ. ഓർക്കണം, 11 പേരാണ്. ഏതാണ്ട് 19 വർഷം വിചാരണാ തടവുകാരായി ജയിലിൽ. 19 വർഷം. അതെ. കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്. യഥാർത്ഥ കുറ്റവാളികൾ ചിലപ്പോൾ രക്ഷപ്പെടുന്നുണ്ടാവാം, പക്ഷെ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നത് നീതിന്യായ വ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസം തന്നെ തകർക്കും എന്ന്. ഇത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ടല്ലോ. വിധി സ്റ്റേ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പ്രതികളുടെ മോചനത്തെ തൽക്കാലം ബാധിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേസ് നമ്മുടെ ഭരണഘടനാപരമായ അവകാശങ്ങളുമായി എങ്ങനെ ബന്ധപ്പെടുന്നു? പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 21. വളരെ പ്രധാനപ്പെട്ട ബന്ധമുണ്ട്. ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തിസ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്നുണ്ടല്ലോ. അതിന്റെ ഭാഗമാണ് ന്യായമായ വിചാരണയ്ക്കുള്ള അവകാശം, റൈറ്റ് ടു എ ഫെയർ ട്രയൽ. ഈ കേസിൽ പീഡനം നടന്നുവെന്ന ആരോപണം, വിശ്വാസമില്ലാത്ത സാക്ഷികൾ, നടപടിക്രമം പാലിക്കാത്തത്, ഇതെല്ലാം ആ അവകാശത്തിന്റെ ലംഘനമായാണ് കോടതി കണ്ടത്. ശരിയാണ്. ഇനി നമുക്ക് മെയിൻസ് പരീക്ഷയുടെ കാഴ്ചപ്പാടിലേക്ക് വരാം. GS പേപ്പർ 2, 3, 4 ഒക്കെയായി ഇതിനെ എങ്ങനെ ബന്ധിപ്പിക്കാം? തീർച്ചയായും. ഒന്നാമതായി, ഇത് നമ്മുടെ ക്രിമിനൽ നീതിന്യായ സിസ്റ്റം, പ്രത്യേകിച്ച് ഭീകരവാദ കേസുകൾ കൈകാര്യം ചെയ്യുന്ന രീതി, അതിലെ പ്രശ്നങ്ങൾ, അതിലേക്ക് വിരൽ ചൂണ്ടുന്നു. അതായത് കേസുകൾ പെട്ടെന്ന് തെളിയിക്കണം എന്നൊരു സമ്മർദ്ദം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ശരിയാണ്. മീഡിയയുടെയും സമൂഹത്തിന്റെയൊക്കെ. അതെ. ആ സമ്മർദ്ദം കാരണം ചിലപ്പോൾ അന്വേഷണ ഏജൻസികൾ കുറുക്കുവഴികൾ നോക്കും. പീഡനം പോലുള്ള നിയമവിരുദ്ധമായ വഴികൾ. ഈ കേസ് അതിനൊരു ഉദാഹരണമാണ്. MCOCA പോലുള്ള നിയമങ്ങളുടെ ദുരുപയോഗ സാധ്യതയും ഇത് കാണിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും. കർശന നിയമങ്ങൾ ആവശ്യമാണ്. പക്ഷേ അത് പൗരാവകാശങ്ങൾ ലംഘിക്കാനൊരു കാരണമാകരുത്. 19 വർഷം ആളുകൾ വെറുതെ ജയിലിൽ കിടന്നു എന്നത് നമ്മുടെ സിസ്റ്റത്തിന്റെ വലിയൊരു പരാജയമാണ്. GS പേപ്പർ 4ൽ വരുന്ന എത്തിക്സ്, അക്കൗണ്ടബിലിറ്റി തുടങ്ങിയ വിഷയങ്ങളുമായി ഇതിനെ ബന്ധിപ്പിക്കാം.
അപ്പോ പോലീസ് പരിഷ്കാരങ്ങളുടെ ആവശ്യകതയിലേക്കും ഇത് വിരൽ ചൂണ്ടുന്നു. തീർച്ചയായും. പ്രകാശ് സിംഗ് കേസിലെ നിർദ്ദേശങ്ങൾ പോലെയുള്ള പോലീസ് പരിഷ്കാരങ്ങൾ എത്ര അടിയന്തരമായി നടപ്പാക്കണം എന്ന് ഈ കേസ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ശാസ്ത്രീയ അന്വേഷണം, ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തം. അതെ. പിന്നെ MCOCയെ പോലുള്ള നിയമങ്ങളിലെ സേഫ് ഗാർഡ്സ്, ഈ മുൻകൂർ അനുമതി പോലുള്ള കാര്യങ്ങൾ, അതൊക്കെ കർശനമായി പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കണം. അപ്പോ ആത്യന്തികമായി എന്താണ് ഈ കേസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താണ് ഇതിലെ സന്ദേശം? പ്രധാനമായും ഭീകരവാദം എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതിനെ ശക്തമായി നേരിടണം, ഒരു സംശയവുമില്ല. പക്ഷേ അത് നിയമത്തിന്റെ വഴിയിലൂടെ ആവണം. ഭരണഘടന നൽകുന്ന അവകാശങ്ങളെ മാനിച്ചുകൊണ്ടാവണം. കുറ്റവാളികളെ കൃത്യമായി ശിക്ഷിക്കണം. പക്ഷേ നിരപരാധികൾ ഒരു കാരണവശാലും പീഡിപ്പിക്കപ്പെടരുത്. ആ ഒരു ബാലൻസ് കണ്ടെത്തണം. ശരിയാണ്. ദേശീയ സുരക്ഷയും വ്യക്തിഗത സ്വാതന്ത്ര്യവും തമ്മിലുള്ള ആ സന്തുലിതാവസ്ഥ അതെപ്പോഴും ഒരു വലിയ ചോദ്യചിഹ്നമാണ്. നിങ്ങൾക്കും ഇതേക്കുറിച്ച് ചിന്തിക്കാം. ഓക്കെ, അപ്പോൾ ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് അടുത്തൊരു പ്രധാന വാർത്തയിലേക്ക് പോകാം. ദി ഹിന്ദു പത്രത്തിൽ നിന്നുള്ള മറ്റൊരു വാർത്ത. നമസ്കാരം. ഇന്ന് നമ്മൾ ഇന്ത്യയിലെ കണ്ടൽക്കാടുകളെക്കുറിച്ചാണ് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് കണ്ടൽക്കാടുകൾ സംരക്ഷണവും വിജയഗാഥകളും എന്നൊരു ലേഖനമാണ്. നമസ്കാരം. നിങ്ങൾക്കറിയാമല്ലോ, UPSC പോലുള്ള പരീക്ഷകൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പരിസ്ഥിതി, ഭൂമിശാസ്ത്രം, ദുരന്ത നിവാരണം, അങ്ങനെ പലതിലും വരും. അതെ, പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ പ്രാധാന്യമുണ്ട്. GS പേപ്പർ 3ലെ പരിസ്ഥിതി സംരക്ഷണം, ദുരന്ത നിവാരണം, പിന്നെ GS പേപ്പർ 1ലെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ, ഇതിലൊക്കെ വരാം. ശരിയാണ്. അപ്പോ ഈ ലേഖനത്തിലേക്ക് കടക്കാം. എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, ഈ കണ്ടൽക്കാടുകൾക്ക് ഒരേ സമയം തീരസംരക്ഷണത്തിനും കാലാവസ്ഥാ വ്യതിയാനം കുറയ്ക്കാനും കഴിയുമെന്നുള്ളതാണ്. അതൊന്ന് വിശദമാക്കാമോ? തീർച്ചയായും. കണ്ടൽക്കാടുകൾ ശരിക്കും പ്രകൃതിയുടെ ഒരു അത്ഭുതം തന്നെയാണ്. അതായത് ഈ കടൽക്ഷോഭം, പിന്നെ ചുഴലിക്കാറ്റ്, സുനാമി, ഇതിൽ നിന്നൊക്കെ നമ്മുടെ തീരങ്ങളെ ഒരു കോട്ട പോലെ സംരക്ഷിക്കാൻ ഇവക്ക് പറ്റും. ഒരു പ്രകൃതിദത്ത കവചം പോലെ. അതെ. അതോടൊപ്പം തന്നെ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് സംഭരിക്കുന്ന കാര്യത്തിൽ കരയിലെ വനങ്ങളെക്കാൾ എത്രയോ കാര്യക്ഷമമാണിവ. ഓഹോ. അതുകൊണ്ടാണ് ഇവയെ ബ്ലൂ കാർബൺ ആവാസ വ്യവസ്ഥകൾ എന്ന് വിളിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം കുറയ്ക്കുന്നതിൽ ഇതിന് വലിയൊരു പങ്കുണ്ട്. ഈ ബ്ലൂ കാർബൺ സാധാരണ കാടുകളിലെ കാർബൺ സംഭരണത്തിൽ നിന്ന് ഇതെങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത്? എന്തുകൊണ്ടാണ് ഇത് കണ്ടൽക്കാടുകൾക്ക് ഇത്ര പ്രധാനമാവുന്നത്? നല്ല ചോദ്യം. സാധാരണ വനങ്ങളിൽ കാർബൺ സംഭരിക്കുന്നത് കൂടുതലും മരത്തിന്റെ തടി, ഇലകൾ, അങ്ങനെയുള്ള ഭാഗങ്ങളിലാണ്. പക്ഷേ കണ്ടൽക്കാടുകൾ വളരുന്ന ആ ചെളി നിറഞ്ഞ മണ്ണുണ്ടല്ലോ, ആ മണ്ണില് വലിയ അളവിൽ കാർബൺ ദീർഘകാലത്തേക്ക് സംഭരിച്ചു വെക്കാനിവയ്ക്ക് കഴിയും. അതാണ് പ്രധാന വ്യത്യാസം. കൂടുതൽ കാര്യക്ഷമവുമാണ് ഈ പ്രക്രിയ. അതായത് മണ്ണിനടിയിൽ ഒരു വലിയ കാർബൺ സ്റ്റോറേജ്. ഏകദേശം അതെ. അതുകൊണ്ട് കണ്ടൽക്കാട് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് കാർബൺ ബഹിർഗമനം കുറയ്ക്കാനുള്ള ഒരു പ്രധാന വഴി കൂടിയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണത്? IUCN റിപ്പോർട്ട് പ്രകാരം ഈ നഗരവൽക്കരണം, പിന്നെ അക്വാകൾച്ചർ, മലിനീകരണം, ഇതൊക്കെ കാരണം ലോകത്തിലെ ഏതാണ്ട് പകുതിയോളം കണ്ടൽക്കാടുകൾ. പകുതിയോളമോ? അതെ, 2050 ആകുമ്പോഴേക്കും ഇല്ലാതായേക്കാം എന്നാണ് പറയുന്നത്. 50%? അത് ശരിക്കും ഭയപ്പെടുത്തുന്നൊരു കണക്കാണല്ലോ. ഈ ഭീഷണികൾക്കിടയിൽ എന്തെങ്കിലും നല്ല വാർത്തകളുണ്ടോ? ലേഖനത്തിൽ ചില വിജയഗാഥകളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഉണ്ടുണ്ട്. അതാണ് നമുക്ക് കുറച്ചെങ്കിലും ആശ്വാസം നൽകുന്നത്. ഇന്ത്യയിൽ ചില മികച്ച ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിലെ ഗ്രീൻ തമിഴ്നാട് മിഷൻ നോക്കൂ. അവര് വളരെ ശാസ്ത്രീയമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അവിടുത്തെ വെള്ളത്തിന്റെ ഒഴുക്കും മണ്ണിന്റെ സ്വഭാവവും ഒക്കെ പഠിച്ചിട്ടാണ് തൈകൾ നടുന്നത്. വെറുതെ നട്ടുപിടിപ്പിക്കുകയല്ല. അല്ല. അതുപോലെ മുംബൈയിലെ താനെ ക്രീക്ക്, അവിടെ പ്ലാസ്റ്റിക് മാലിന്യം ഒഴിവാക്കാൻ ട്രാഷ് ബൂമുകൾ സ്ഥാപിച്ചതൊരു കാര്യം. പക്ഷേ അതിലും പ്രധാനം അവിടുത്തെ സ്ത്രീകളുടെ കൂട്ടായ്മകളെ ഈ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളാക്കി അവരെ ശാക്തീകരിച്ചു എന്നതാണ്. ആ ഒരു സാമൂഹിക പങ്കാളിത്തം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊള്ളാം. ഗുജറാത്തിലോ? ഗുജറാത്തിലും നല്ല പുരോഗതിയുണ്ട്. ഇതിനെല്ലാം ഒരുമിച്ചൊരു ഊർജം നൽകാനായി കേന്ദ്ര സർക്കാരിന്റെ മിഷ്ടി എന്നൊരു പദ്ധതിയും ഇപ്പോഴുണ്ട്. മിഷ്ടി 2023-24 ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണല്ലേ? അതെങ്ങനെയാണ് സഹായിക്കുന്നത്? അതെ, മിഷ്ടി, അതായത് മാംഗ്രോവ് ഇനീഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റാറ്റ്സ് ആൻഡ് ടാഞ്ചിബിൾ ഇൻകംസ്.
പേര് സൂചിപ്പിക്കുന്നതുപോലെ ഇന്ത്യയുടെ തീരങ്ങളിലും ഉപ്പളങ്ങളിലുമൊക്കെ കണ്ടൽ നട്ടുപിടിപ്പിക്കുകയാണ് ലക്ഷ്യം. അതിനുള്ള ഫണ്ടെങ്ങനെയാണ് കണ്ടെത്തുന്നത്? അതിനായിട്ട് തൊഴിലുറപ്പ് പദ്ധതി, അതായത് MGNREGS, പിന്നെ ക്യാമ്പ ഫണ്ടുകൾ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം, പ്രാദേശിക സമൂഹങ്ങളുടെ പങ്കാളിത്തത്തിന് വലിയ ഊന്നൽ നൽകുന്നുണ്ട്. അതായത് സംരക്ഷണം മാത്രമല്ല, വരുമാനവും. അതെ, കണ്ടൽ സംരക്ഷിക്കുന്നതിലൂടെ അവിടുത്തെ ആളുകൾക്ക് വരുമാനമാർഗങ്ങൾ കണ്ടെത്താനും മിഷ്ടി ലക്ഷ്യമിടുന്നു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നമുക്ക് പ്രിലിംസിന് ഓർത്തിരിക്കേണ്ട ചില പ്രധാന ആശയങ്ങൾ നോക്കിയാലോ? മാംഗ്രോവ്സ്, ബ്ലൂ കാർബൺ, മിഷ്ടി. തീർച്ചയായും. മാംഗ്രോവ്സ് അഥവാ കണ്ടൽക്കാടുകൾ ഉപ്പുവെള്ളത്തിൽ വളരുന്ന പ്രത്യേകതരം വനങ്ങളാണ്. അവയ്ക്ക് ശ്വസിക്കാൻ സഹായിക്കുന്ന വേരുകൾ, അതായത് പ്യൂമാറ്റോഫോഴ്സ്, ഉണ്ടാകും. പിന്നെ വിത്തുകൾ മാതൃസസ്യത്തിൽ വെച്ചുതന്നെ മുളയ്ക്കുന്ന രീതി, വിവിപാരിസ് ജെർമിനേഷൻ, അതുമൊരു പ്രത്യേകതയാണ്. ബ്ലൂ കാർബൺ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതെ, കണ്ടൽക്കാടുകൾ കടൽപ്പുല്ലുകൾ പോലുള്ള തീരദേശ ആവാസവ്യവസ്ഥകൾ സംഭരിക്കുന്ന കാർബൺ, കരയിലെ വനങ്ങളേക്കാൾ കൂടുതൽ അളവിൽ. പിന്നെ മിഷ്ടി പദ്ധതി 2023-24 ബജറ്റിൽ വന്നത്. MGNREGS ക്യാമ്പ ഫണ്ട് ഉപയോഗിച്ച് കണ്ടൽ നട്ടുപിടിപ്പിക്കുന്നു. മറ്റൊന്ന് ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ്, അധിനിവേശ ജീവിവർഗങ്ങൾ. അത് അണ്ടൽക്കാടുകൾക്ക് ഒരു ഭീഷണിയാണ്. തദ്ദേശീയമല്ലാത്തതും എന്നാൽ വളരെ വേഗം പടർന്നുപിടിച്ച് അവിടുത്തെ ആവാസവ്യവസ്ഥയെ നശിപ്പിക്കുന്നതുമായ ജീവികൾ. ഉദാഹരണത്തിന് സീമക്കൊന്ന, പ്രോസപ്പിസ് ജൂലിഫ്ലോറ. ശരി. ഇനി മെയിൻസ് പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ നോക്കിയാലോ? എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് കണ്ടൽ സംരക്ഷണം ഇത്രയധികം പ്രധാനപ്പെട്ടതാകുന്നത്? ഇന്ത്യക്ക് 7500 കിലോമീറ്ററിലധികം തീരപ്രദേശമുണ്ട്. കാലാവസ്ഥാ മാറ്റത്തിന്റെ ഭീഷണികൾ നമുക്ക് നന്നായി അറിയാം. സമുദ്രനിരപ്പ് ഉയരുന്നത്, ചുഴലിക്കാറ്റുകളുടെ എണ്ണവും തീവ്രതയും കൂടുന്നത്. അതെ, നമ്മളത് അനുഭവിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കണ്ടൽക്കാടുകൾ വെറും മരങ്ങളല്ല, അവ പ്രകൃതിദത്തമായ ജൈവ കവചങ്ങളാണ്, ബയോഷീൽഡ്സ്. ലക്ഷക്കണക്കിന് ആളുകളുടെ, പ്രത്യേകിച്ചും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനമാർഗം ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു. ജൈവവൈവിധ്യത്തിന്റെ കാര്യവും? തീർച്ചയായും. സുന്ദർബൻസിലെ കടുവകളെ ഓർമ്മയില്ലേ? അങ്ങനെയുള്ള എത്രയോ ജീവികളുടെ ആവാസകേന്ദ്രമാണിത്. പിന്നെ നമ്മൾ പറഞ്ഞ ബ്ലൂ കാർബൺ സംഭരണം വഴിയുള്ള കാലാവസ്ഥാ നിയന്ത്രണം. അതുകൊണ്ട് ഇത് രാജ്യസുരക്ഷയുടെയും സാമ്പത്തിക സ്ഥിരതയുടെയും ഭാഗം കൂടിയാണ്. ഭീഷണികൾ നമ്മൾ കണ്ടു. തീരദേശ വികസനം, കയ്യേറ്റം, മലിനീകരണം, കാലാവസ്ഥ മാറ്റം. ഇവയെ നേരിടാൻ ഈ വിജയഗാഥകളിൽ നിന്ന് എന്തൊക്കെ പാഠങ്ങൾ ഉൾക്കൊള്ളാം? ഒരു മുന്നോട്ടുള്ള വഴി. ഒന്നാമതായി, ശാസ്ത്രീയമായ സമീപനം വേണം. തമിഴ്നാട് മാതൃക പോലെ അവിടുത്തെ സാഹചര്യങ്ങൾ പഠിച്ച് അനുയോജ്യമായ രീതികൾ കണ്ടെത്തണം. ശരി. രണ്ടാമത്, പ്രാദേശിക സമൂഹങ്ങളുടെ പങ്കാളിത്തം. MISTI പദ്ധതി അതിന് ഊന്നൽ കൊടുക്കുന്നുണ്ട്. അവരുടെ അറിവും സഹകരണവുമില്ലാതെ ഇത് വിജയിക്കില്ല. മൂന്നാമതോ? പൊതു സ്വകാര്യ പങ്കാളിത്തം. മുംബൈയിൽ കണ്ടതുപോലെ CSR ഫണ്ടുകളൊക്കെ ഉപയോഗിക്കാം. പിന്നെ സംയോജിത പരിപാലനം. ചെന്നൈയിലെ പോലെ പ്ലാസ്റ്റിക് ഒഴിവാക്കുക, അധിനിവേശ സസ്യങ്ങളെ നീക്കം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുമിച്ചു കൊണ്ടുപോകണം. എല്ലാറ്റിലും ഉപരി ശക്തമായ നയപരമായ പിന്തുണയും വേണം, അല്ലേ? അത് നിർബന്ധമാണ്. MIST പോലുള്ള പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പാക്കണം. ഈ വിജയഗാഥകൾ രാജ്യത്തുടനീളം ഒരു മാനദണ്ഡമായി മാറണം. അപ്പോ ഭീഷണികൾ ഒരു വശത്തുണ്ടെങ്കിലും ഈ വിജയമാതൃകകൾ ശരിക്കും പ്രതീക്ഷ നൽകുന്നുണ്ട്. ഈ പ്രാദേശിക വിജയങ്ങൾ രാജ്യവ്യാപകമായി എങ്ങനെ നടപ്പാക്കാം, ഒപ്പം വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക ആവശ്യങ്ങളും പരിഗണിച്ച് എന്നതൊരു വലിയ ചോദ്യം തന്നെയാണ്. അതെ, അതിന് കൃത്യമായ ആസൂത്രണവും തുടർ നടപടികളും വേണം. തീർച്ചയായും. ഇതിനെപ്പറ്റി ഇനിയും ഒരുപാട് സംസാരിക്കാനുണ്ട് ശരിക്കും. എന്തായാലും നമുക്ക് തൽക്കാലം ഈ വിഷയം ഇവിടെ നിർത്താം. ഇനി ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ ദി ഹിന്ദു പത്രത്തിലെ ഒരു പ്രധാന വാർത്തയാണ് നോക്കുന്നത്. നാസയും ISROയും ഒരുമിച്ചുള്ള NISAR ഉപഗ്രഹം, അതിന്റെ വിക്ഷേപണം വിജയകരമായി നടന്നു. അപ്പൊ ഈ വാർത്തയിലെ വിവരങ്ങൾ നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇതെങ്ങനെയൊക്കെ പ്രധാനപ്പെട്ടതാണെന്ന് ആദ്യം നോക്കാം. UPSC പ്രിലിംസിലെ ഏതൊക്കെ വിഷയങ്ങളുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കാൻ പറ്റും? തീർച്ചയായും. ഇത് പ്രധാനമായും വരുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ്. അതായത് ബഹിരാകാശ സാങ്കേതിക വിദ്യ, ഉപഗ്രഹങ്ങൾ,
പിന്നെ വിക്ഷേപണ വാഹനങ്ങൾ, റിമോട്ട് സെൻസിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ശരി. അതുപോലെ പരിസ്ഥിതി, ഭൂമിശാസ്ത്രം, ഭൗമനിരീക്ഷണം ഒരു പ്രധാന ഭാഗമാണല്ലോ. പിന്നെ അന്താരാഷ്ട്ര ബന്ധങ്ങളും. കാരണം ഇത് ഇന്ത്യ-US സഹകരണമാണ്. അതും പ്രധാനമാണല്ലോ. ശരി. അപ്പൊ ഈ വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹൈലൈറ്റ്സ്. ഏറ്റവും പ്രധാനം നിസാർ ഉപഗ്രഹം, അതായത് നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റേഡാർ. അത് 2025 ജൂലൈ 30-ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചു. വിജയകരമായിരുന്നു. ഇതിനുപയോഗിച്ചത് GSLV F-16 റോക്കറ്റാണ്. GSLV, അതാണ് ഞാൻ ശ്രദ്ധിച്ചത്. അതെ, അതൊരു പ്രത്യേകതയുണ്ട്. ഒരു GSLV റോക്കറ്റ് ആദ്യമായിട്ടാണ് ഒരു ഉപഗ്രഹത്തെ സൂര്യസമന്വിത ധ്രുവീയ ഭ്രമണപഥത്തിൽ, അതായത് സൺ സിങ്ക്രോണസ് പോളാർ ഓർബിറ്റിൽ എത്തിക്കുന്നത്. ഓഹോ, സാധാരണ ഈ ഓർബിറ്റിലേക്ക് നമ്മൾ PSLV അല്ലേ ഉപയോഗിക്കാറ്? അതെ, സാധാരണ ഭാരം കുറഞ്ഞവയ്ക്ക് PSLV ആണ്. നിസാറിന് ഏകദേശം 2800 കിലോ ഭാരമുണ്ട്. അപ്പോൾ ഇത്ര ഭാരമുള്ള ഒന്നിനെ GSLV ഉപയോഗിച്ച് ഈ SSOയിൽ എത്തിച്ചു എന്നത് ശരിക്കും GSLVയുടെ ശേഷി വർദ്ധിച്ചു, കൂടുതൽ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് കാണിക്കുന്നു. ഇതൊരു ഭൗമനിരീക്ഷണ ഉപഗ്രഹമാണല്ലോ. എന്താണിതിന് ഇത്ര സ്പെഷ്യലാക്കുന്നത്? ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 2 വ്യത്യസ്ത ഫ്രീക്വൻസിയിലുള്ള സിന്തറ്റിക് അപ്പർച്ചർ റേഡാർ, അതായത് SAR ഉപയോഗിക്കുന്നു എന്നതാണ്. 2 ഫ്രീക്വൻസി? അതെ. നാസ വികസിപ്പിച്ച L ബാൻഡ് റഡാറും ISROയുടെ S ബാൻഡ് റഡാറും. ഇങ്ങനെ 2 ഫ്രീക്വൻസി ഒരുമിച്ച് ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഉപഗ്രഹമാണ് NISAR. ഓക്കെ, അപ്പോൾ ഈ L ബാൻഡ്, S ബാൻഡ്, ഈ 2 റഡാർ ഒരുമിച്ച് വരുന്നതുകൊണ്ട് എന്താണ് ഗുണം? എങ്ങനെയൊക്കെ ഇത് നമ്മളെ സഹായിക്കും? നല്ല ചോദ്യമാണ്. ഈ 2 ബാൻഡിനും അതിൻ്റേതായ കഴിവുകളുണ്ട്. L ബാൻഡിന് തരംഗദൈർഘ്യം കൂടുതലാണ്. അപ്പോൾ അതിന് കാടുകളുടെയും മണ്ണിൻ്റെയൊക്കെ കുറച്ചുകൂടി ഉള്ളിലേക്ക് തുളച്ചു കയറാൻ പറ്റും. ഉള്ളിലേക്കോ? അതെ, ഒരു പരിധിവരെ. അപ്പം മണ്ണിന്റെ ഈർപ്പം, മരങ്ങളുടെ ഉള്ളിലെ ഘടന, ജൈവപിണ്ഡം ഇതൊക്കെ അളക്കാൻ L ബാൻഡ് നല്ലതാണ്. അതേസമയം S ബാൻഡിന് തരംഗദൈർഘ്യം കുറവാണ്. അത് ഉപരിതലത്തിലെ കാര്യങ്ങൾ, അതായത് വിളകളുടെ വളർച്ച, വെള്ളപ്പൊക്കം, ഐസ് ഷീറ്റുകൾ, അതൊക്കെ കൂടുതൽ വ്യക്തമായി കാണാൻ സഹായിക്കും. അപ്പോൾ രണ്ടും കൂടി ചേരുമ്പോൾ ഒരു കംപ്ലീറ്റ് ചിത്രം കിട്ടും അല്ലേ? ശരിയാണ്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ വ്യാപ്തി അറിയാനും കൃഷി നിരീക്ഷിക്കാനും പിന്നെ ഭൂമിയുടെ ഉപരിതലത്തിലെ മാറ്റങ്ങൾ, ഇപ്പോൾ മണ്ണൊലിപ്പ്, ഹിമാനികൾ ഉരുകുന്നത്, ഭൂഗർഭജലം താഴുന്നത്, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പഠിക്കാൻ ഈ ഡ്യുവൽ ഫ്രീക്വൻസി സഹായിക്കും. അപ്പോ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഉപകാരപ്രദമായ ചില അടിസ്ഥാന ആശയങ്ങൾ കൂടി നോക്കാം. ഈ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ അഥവാ SAR എന്താണെന്ന് ഒന്നുകൂടി ലളിതമായി പറയാമോ? പറയാം. SAR എന്നുവെച്ചാൽ അതൊരു റേഡാർ ഇമേജിംഗ് ടെക്നിക്കാണ്. ഇതിന്റെ പ്രധാന ഗുണമെന്താണെന്ന് വെച്ചാൽ കാലാവസ്ഥ ഒരു പ്രശ്നമേ അല്ല. കാലാവസ്ഥാ പ്രശ്നമല്ലേ? അല്ല. അതായത് മേഘങ്ങളോ മഴയോ എന്തിന് രാത്രി ഇരുട്ടോ എന്തുണ്ടെങ്കിലും ഭൂമിയുടെ വ്യക്തമായ ഹൈ റെസല്യൂഷൻ ചിത്രങ്ങളെടുക്കാൻ SARന് പറ്റും. അതുകൊണ്ടാണ് എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കും എന്ന് പറയുന്നത്. പിന്നെ ഉപഗ്രഹത്തിന്റെ ചലനം ഉപയോഗിച്ച് ശരിക്കും ഉള്ളതിനേക്കാൾ വളരെ വലിയൊരു ആന്റിനയുടെ അത്രയും ക്ലാരിറ്റിയുള്ള ചിത്രമുണ്ടാക്കാൻ ഇതിന് സാധിക്കും. അതാണ് സിന്തറ്റിക് അപ്പർച്ചർ. ഓക്കെ. അതുപോലെ ഈ സൂര്യ സമന്വിത ഭ്രമണപഥം, സൺ സിൻക്രണസ് ഓർബിറ്റ്, എന്താണത്? എന്തിനാണ് ഈ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ കൂടുതലും ഇതു തെരഞ്ഞെടുക്കുന്നത്? SSO എന്ന് പറയുന്നത് ഭൂമിയുടെ ധ്രുവങ്ങൾക്ക് മുകളിലൂടെ പോകുന്ന ഒരു പ്രത്യേകതരം പോളാർ ഓർബിറ്റാണ്. ഇതിനൊരു പ്രത്യേകത, ഈ ഓർബിറ്റിലുള്ള ഉപഗ്രഹം ഭൂമിയിലെ ഒരു പോയിന്റിന് മുകളിലൂടെ എപ്പോഴും ഒരേ ലോക്കൽ ടൈമിലായിരിക്കും കടന്നുപോകുക. എപ്പോഴും ഒരേ സമയം? അതെ. ഉദാഹരണത്തിന് എന്നും രാവിലെ 10 മണിക്ക്. അപ്പോൾ പല ദിവസങ്ങളിൽ എടുക്കുന്ന ചിത്രങ്ങളിലെ നിഴലുകൾക്ക് വലിയ വ്യത്യാസം വരില്ല. ശരിയാണ്. അതുകൊണ്ട് കാലക്രമേണയുള്ള മാറ്റങ്ങൾ, ഇപ്പോൾ കാട് വെട്ടുന്നത് അല്ലെങ്കിൽ ഒരു കൃഷിയിടത്തിലെ മാറ്റം, മഞ്ഞുരുകുന്നത്, ഇതൊക്കെ താരതമ്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്. മനസ്സിലായി. ഈ സാങ്കേതിക കാര്യങ്ങളെല്ലാം ഇന്ത്യ-US സഹകരണത്തിന്റെ ഭാഗമാണെന്നും പറഞ്ഞല്ലോ. അതിന്റെ പ്രാധാന്യം? തീർച്ചയായും. L ബാൻഡ് നാസയും S ബാൻഡ് ISROയും നൽകി എന്നത് തന്നെ ആ സഹകരണത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. ബഹിരാകാശ ഗവേഷണത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഏറ്റവും വലിയ സംയുക്ത പദ്ധതികളിലൊന്നാണ് ശരിക്കും ഈ നിസാർ. കാലാവസ്ഥാ വ്യതിയാനം, ദുരന്ത നിവാരണം, ഇതുപോലുള്ള ആഗോള പ്രശ്നങ്ങളെ നേരിടാൻ ശാസ്ത്രത്തിന് എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണിത്.
അപ്പോ NISR ദൗത്യം സാങ്കേതികമായിട്ടും നയതന്ത്രപരമായിട്ടും ഒരു വലിയ മുന്നേറ്റം തന്നെയാണല്ലേ? അതെ, തീർച്ചയായും. ഒരു കാര്യം കൂടി പറയാം. പറയൂ. ഈ NISR നൽകുന്ന ഡേറ്റ അത് ലോകം മുഴുവനുള്ള ഗവേഷകർക്ക് സൗജന്യമായി ലഭ്യമാക്കും എന്നാണ് പറയുന്നത്. അത് ശാസ്ത്ര സമൂഹത്തിന് വലിയൊരു മുതൽക്കൂട്ടാകും. സൂക്ഷ്മമായ ഭൗമവിവരങ്ങൾ ഒരുപക്ഷെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ ധാരണകളെ തിരുത്തി എഴുതുമോ? അല്ലെങ്കിൽ ഈ പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി അറിയുന്നതിൽ നമ്മളൊരു ഒരു പുതിയ യുഗത്തിലേക്കാണോ കടക്കുന്നത്? ചിന്തിക്കാൻ ഒരുപാടുണ്ട്. ഇന്നത്തെ ഈ വിശകലനം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. നാളെ പുതിയ വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം.